ഹലോ ഫ്രണ്ട്സ്, ടെക്നിക്കിൻ്റെ മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് വാവേ ഓണറിൻ്റെ ഏറ്റവും പുതിയ ഫോണായ ഓണർ 6X ആണ്. ഓണർ 6X ജനുവരിയിലാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. ഇത് രണ്ട് വേരിയൻറ്റിലാണ് വരുന്നത്. 32GB റാം സ്റ്റോറേജ് ഉള്ള ഒരു വേരിയൻറ്റും 64GB സ്റ്റോറേജ് ഉള്ള ഒരു വേരിയൻറ്റുമാണ് വരുന്നത്. 32GB സ്റ്റോറേജ് ഉള്ള വേരിയൻറ്റ് 3GB റാമും മറ്റേ വേരിയൻറ്റിന് 4GB റാമുമാണ് അവൈലബിൾ. ഇത് രണ്ട് പ്രൈസിങ്ങും വളരെ കോമ്പറ്റീറ്റീവാണ്. 3GB റാം വേരിയൻറ്റിന് 12,999 ആണ് പ്രൈസിങ്. 4GB റാമും 64GB സ്റ്റോറേജിൻ്റെ വേരിയൻറ്റിന് 15,999 ആണ് പ്രൈസിങ്. ഇത് അവൈലബിൾ ഓൺലൈൻ ഓൺലിയാണ്, എക്സ്ക്ലൂസീവ് ടു ആമസോൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ആമസോണിൽ പോയി മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഇതിൻ്റെ പെർഫോമൻസ്, ഡിസ്പ്ലേ, ക്യാമറ പെർഫോമൻസ്, ബാറ്ററി ലൈഫ്, എല്ലാ കാര്യത്തെക്കുറിച്ചും ഡീറ്റെയിൽഡായി പറയുന്നതാണ്. അപ്പോൾ എൻ്റെ പേര് നിർമ്മൽ. ഇതിനു മുമ്പും ഞാൻ ഇതിൽ വീഡിയോ റിവ്യൂസ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഷാമി റെഡ്മി നോട്ട് 4ൻ്റെ റിവ്യൂവും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓണർ 6Xനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ചും സംസാരിക്കാം. സോ നമ്മുടെ കയ്യിലിരിക്കുന്നത് ഗോൾഡ് വേരിയൻ്റ് ആണ്. ഇത് സിൽവർ വേരിയൻറ്റും അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. മെറ്റാലിക് ഫിനിഷാണ്. ഇതൊരു മാറ്റ് ഫിനിഷ്ഡ് റിയൽ പാനലാണ്. പിന്നെ ഇതൊരു യൂണിബോഡി കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് ബാറ്ററി ഒന്നും റിമൂവ് ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷേ ഓവറോൾ നല്ലൊരു ഫിനിഷ് തരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാം എഡ്ജസ് എല്ലാം കേർവ്ഡ് ആണ്. അതുകൊണ്ട് നല്ല ഗ്രിപ്പും ഫോണിന് കിട്ടുന്നുണ്ട് കയ്യിൽ യൂസ് ചെയ്യുമ്പോൾ. പിന്നെ ഇത് 5.5 ഇഞ്ച് ഡിവൈസാണ്. അതുകൊണ്ട് ഒരു അത്യാവശ്യം ഒരു വലിയ ഫോൺ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. വളരെ കോമ്പാക്റ്റ് അല്ല, ബട്ട് അതുപോലെ തന്നെ ഒരുപാട് വലുതുമല്ല, കയ്യിൽ ഒതുങ്ങുന്ന ഒരു മോഡലാണ്. അതുകൊണ്ട് യൂസബിലിറ്റി വൈസ് ഇത് നല്ലൊരു ഫോണാണെന്ന് പറയാം. പവർ ബട്ടണും വോളിയം കീസും റൈറ്റ് സൈഡിലാണ് വരുന്നത്. ഈ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ സിം ട്രേ ആണ്. അതിൽ 2 സിം കാർഡ് ഇടാം, അല്ലെങ്കിൽ ഒരു സിം കാർഡും ഒരു മൈക്രോ SD കാർഡും ഇടാം. പിന്നെ റിയർ പാനൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാമറയാണ്. ഇത് ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. അതായത് 2 ക്യാമറ ഉണ്ട് റിയർ പാനലിൽ. ഒരു 12 മെഗാ പിക്സൽ ക്യാമറയും താഴെയുള്ളത് ഒരു 2 മെഗാ പിക്സൽ ക്യാമറയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ക്യാമറ സെഗ്മെൻറ്റിൽ ഡീറ്റെയിൽഡായി പറയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ തന്നെ ഇതിനൊരു ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഒരു LED ഫ്ലാഷും ഓണർ ലോഗോവും. മോൾ ഭാഗത്താണെങ്കിൽ 3.5mm ഓഡിയോ ജാക്കും താഴെ ചാർജിങ് സ്ലോട്ടും പിന്നെ ഒരു സ്പീക്കറും ഇൻക്ലൂഡഡ് ആണ്. ഇനി ഫ്രണ്ട് പാനലിലാണെങ്കിലോ ഇതിലൊരു ഫ്രണ്ട് ഫേസിങ് 8 മെഗാ പിക്സൽ ക്യാമറ ഉണ്ട്. 5.5 ഇഞ്ച് ഫുൾ HD ഡിസ്പ്ലേ ഉണ്ട്. ഓണർ ലോഗോ ഉണ്ട്. പിന്നെ നാവിഗേഷൻ ബട്ടൺസ് ആണെങ്കിൽ ഓൺ സ്ക്രീനാണ്. അപ്പോൾ ബട്ടൺസ് എല്ലാം ഓൺ സ്ക്രീനാണ്, ഓപ്ഷൻസ് എല്ലാം. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും. സോ ഡിസൈനും ബിൽഡ് ക്വാളിറ്റി വൈസ് ആണ് നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ഫോണാണ്. നല്ല സ്ട്രോങ് ബിൽഡാണ്. ഡിസൈന് അത്യാവശ്യം നല്ല ഗുഡ് ലുക്കിംഗ് ഫോൺ എന്ന് പറയാവുന്ന ഒരു ഫോണും കൂടിയാണ് ഓണർ 6X. അപ്പോൾ ഇനി നമുക്ക് ഡിസ്പ്ലേനെ കുറിച്ച് സംസാരിക്കാം. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ 5.5 ഇഞ്ച് 5.5 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. ഇത് ഫുൾ HD പാനലാണ്. അതായത് 1080p അല്ലെങ്കിൽ 1920x1080p റെസൊല്യൂഷനാണ്. അപ്പോൾ ഫുൾ HD ആയത് കാരണം നല്ല കളർ ക്വാളിറ്റിയാണ്. വ്യൂയിങ് ആംഗിൾസും നല്ല വ്യൂയിങ് ആംഗിൾസാണ്. സൺലൈറ്റ് ലെജിബിലിറ്റി, അതായത് നമ്മൾ പുറത്ത് ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ അതും വളരെ നല്ലതാണ്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡിസ്പ്ലേ ഒരു പ്രൊട്ടക്ഷനും ഓഫർ ചെയ്യുന്നില്ല. അപ്പോൾ പ്രീവിയസ് ഓണർ 5Xനെ പോലെ തന്നെ 6Xലും കോർണിംഗ് ഗോറില്ല ഗ്ലാസോ ടഫൺ ഗ്ലാസോ അങ്ങനത്തെ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ ഓണർ ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. മുകളിൽ തന്നെ ഒരു സ്ക്രീൻ ഗാർഡ് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടാണ് കമ്പനിയിൽ നിന്ന് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ സ്ക്രീൻ ഗാർഡ് തന്നെ സ്റ്റിക്ക് ചെയ്യാൻ, കാരണം ടെമ്പേർഡ് ഗ്ലാസ് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സ്ക്രീൻ ഗാർഡ് തന്നെ ധാരാളമാണ്. നല്ലൊരു സ്ക്രീൻ ഗാർഡാണ് ഇതിൽ വരുന്നത്. കാരണം ടച്ച് റെസ്പോൺസ് എല്ലാം നല്ലതാണ് ഈ സ്ക്രീൻ ഗാർഡിൽ. അപ്പോൾ ഡിസ്പ്ലേയിൽ പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ല എന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്. നല്ല കളേഴ്സാണ്, പഞ്ചി ഡിസ്പ്ലേ ആണ്, വ്യൂയിങ് ആംഗിൾസും നല്ലതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാം. ഇതിൽ വരുന്നത് ഒരു കസ്റ്റം UI ആണ്. അതിൻ്റെ പേരാണ് EMUI. EMUI എന്ന് പറഞ്ഞാൽ ഓണറിൻ്റെ അല്ലെങ്കിൽ വാവേൻ്റെ ഒരു കസ്റ്റം UI ആണ്. ഇത് ഓൺ ടോപ്പ് ഓഫ് ആൻഡ്രോയിഡ് 6.0 മാർഷ്മെല്ലോ ആണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഷോമീൻ്റെ റെഡ്മി നോട്ട് 4ൻ്റെ റിവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് UI ആണ്. ഇത് സ്റ്റോക്ക് UI ആയിട്ട് ഒരു ബന്ധമില്ല, കാരണം ഇത് കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ലുക്കാണ്. നിങ്ങൾക്ക് കാണാം ആപ്പ് ഡ്രോയർ ഇല്ല, മൾട്ടിപ്പിൾ ഹോം സ്ക്രീൻസ് ആണുള്ളത്. നിങ്ങൾ സെറ്റിംഗ്സ് പാനലിൽ പോവുകയാണെങ്കിലും അതിലും നിങ്ങൾക്ക് കാണാം ഇത് വളരെ വ്യത്യസ്തമായ ഒരു സെറ്റിംഗ്സ് പാനലാണ്. ഇതിൽ കുറേ അഡീഷണൽ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നിങ്ങൾ ഈ സ്മാർട്ട് അസിസ്റ്റൻസ് ഫീച്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ
ഫ്ലോട്ടിംഗ് ഡോക്ക് ഉണ്ട്, നാവിഗേഷൻ ബാർ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺ സ്ക്രീൻ നാവിഗേഷനിലാണ്. അത് തന്നെ 4 ബട്ടൺ വേണോ 3 ബട്ടൺ വേണോ, ബട്ടൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് വോയിസ് കൺട്രോൾ ഉണ്ട്, 1 ഹാൻഡഡ് UI ഉണ്ട്. 1 ഹാൻഡഡ് UI എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ക്രീൻ ഒന്ന് ചെറുതാക്കാം. ഇത് 5.5 ഇഞ്ചാണ്, നമുക്ക് വേണമെങ്കിൽ 5 ഇഞ്ചോ അല്ലെങ്കിൽ അതിലും താഴെ സ്ക്രീൻ സൈസിലേക്ക് കൊണ്ടുവരാം. അതാണ് 1 ഹാൻഡഡ് UI. പിന്നെ മോഷൻ കൺട്രോൾ, അങ്ങനത്തെ കുറേ ജെസ്റ്റേഴ്സ് എല്ലാം സപ്പോർട്ടഡ് ആണ്. പിന്നെ ഇതിൻ്റെ സെറ്റിങ്സിൽ നോക്കുകയാണെങ്കിൽ വളരെ നല്ല ഫീച്ചേഴ്സാണ് ഇത് തരുന്നത്. അതേപോലെ തന്നെ ഇതിന് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇൻക്ലൂഡഡ് ആണ്. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ നല്ല ഫാസ്റ്റാണ്. ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൽ കുറേ ജെസ്റ്റേഴ്സും സപ്പോർട്ടഡ് ആണ്. ഫോർ എക്സാമ്പിൾ എനിക്ക് നോട്ടിഫിക്കേഷൻ സെൻറ്റർ താഴോട്ട് വലിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് സ്വൈപ്പ് ചെയ്താൽ ഇത് വരുന്നതാണ്. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ സ്വൈപ്പ് ചെയ്താൽ താഴോട്ട് വരുന്നതാണ്. അതെല്ലാം നമുക്ക് കോൺഫിഗർ ചെയ്യാം സെറ്റിങ്സ് പാനൽ വഴി. ഇനി ഇതിൻ്റെ ഈ സോഫ്റ്റ്വെയറിൻ്റെ വേറെ സവിശേഷത എന്ന് വെച്ചാൽ ഇതിൽ തീം സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് തീംസ് എല്ലാം ഡൗൺലോഡ് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാം. ഷവമീൻ്റെ പോലെ തന്നെ ഐക്കൺസ് എല്ലാം കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ കുറേ ആപ്സും ഫീച്ചേഴ്സും എല്ലാം വരുന്നത്. ടൂൾസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റെക്കോർഡർ, FM റേഡിയോ, ടോർച്ച്, കോമ്പസ്, മിറർ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഒരു നല്ല UI എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. നല്ല ഫീച്ചർ റിച്ച് UI ആണ്. ബട്ട് സ്റ്റോക്ക് ആൻഡ്രോയിഡായിട്ട് ഇതിലൊരു ബന്ധവും UI-ലില്ല. കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് UI ആണ്. പക്ഷേ നല്ല പെർഫോമൻസ് തരുന്ന UI ആണ്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ ഇത് ഒരു ഒക്ടാകോ ചിപ്പ് സെറ്റാണ് ഇതിനെ പവർ ചെയ്യുന്നത്. ഇത് കിരീൻ 655 എന്ന് പറഞ്ഞ ഹൈ സിലിക്കോൺ കിരീൻ 655 ചിപ്പ് സെറ്റാണ്. ഈ ഹൈ സിലിക്കോൺ കിരീൻ എന്ന് പറഞ്ഞാൽ വാവേൻ്റെ ഇൻ ഹൗസ് പ്രോസസ്സറാണ്. അതായത് വാവേ തന്നെ ഉണ്ടാക്കുന്ന പ്രോസസ്സറാണ് കിരീൻ ചിപ്പ് സെറ്റ്സ്. ഷവമിയൊക്കെ ആണെങ്കിൽ റെഡ്മി നോട്ട് 4-ലെല്ലാം സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്പ് സെറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിൽ കിരീൻ 655 എന്ന് പറഞ്ഞത് ഇൻ ഹൗസ് ചിപ്പ് സെറ്റാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസും തരുന്നുണ്ട്. ഒക്ടാകോ ചിപ്പ് സെറ്റാണ്. പിന്നെ ഇതിനകത്ത് 3GB 4GB റാമും വരുന്നുണ്ട്. അപ്പോൾ 3GB റാമിലാണെങ്കിൽ 32GB സ്റ്റോറേജും 4GB റാമിലാണെങ്കിൽ 64GB സ്റ്റോറേജും നൽകുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ആൻറ്റിറ്റ്യൂ ബെഞ്ച് മാർക്ക് സ്കോർ 56,870. നല്ലൊരു സ്കോറാണ്. ഒരു മിഡ് റേഞ്ച് ഫോണിന് വേണ്ട ഒരു നല്ല സ്കോറാണ് ഇത് തരുന്നത്. അപ്പോൾ പെർഫോമൻസ് വൈസ് ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ വളരെ നല്ല പെർഫോമൻസ് ആണ് ഇത് കാഴ്ചവെക്കുന്നത്. ഗെയിമിംഗ് ആണെങ്കിലും അത്യാവശ്യം ഭേദപ്പെട്ട പെർഫോമൻസ് ആണ്. ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നുമില്ല. എന്നാൽ ഗെയിമിങ്ങിൽ ചെറിയ ലാഗ് അവിടെയും ഇവിടെയൊക്കെ കാണാവുന്നതാണ്. പക്ഷേ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മികച്ചതെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു എബവ് ആവറേജ് പെർഫോമൻസ് ആണ് ഗെയിമിങ്ങിൽ ഈ ഫോൺ തരുന്നത്. പക്ഷേ ഓവറോൾ നമ്മളൊരു ഫോൺ എന്ന രീതിയിൽ യൂസ് ചെയ്യുമ്പോൾ ബ്രൗസിങ്, വാട്സാപ്പ്, ഫേസ്ബുക്ക്, അങ്ങനെ എല്ലാ സോഷ്യൽ ആപ്സ് യൂസ് ചെയ്യുമ്പോഴും ബാക്കി ആപ്സ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ വളരെ നല്ല പെർഫോമൻസ് ആണ് ഇത് കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ കസ്റ്റമൈസബിൾ ആണ് UI. ലോട്ട് ഓഫ് ഫീച്ചേഴ്സും തരുന്നുണ്ട് UI. നമുക്ക് ക്യാമറയിലോട്ട് പോകാം. നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. സോ ഡ്യുവൽ ക്യാമറേൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാം. ഇതിൽ 2 ക്യാമറയാണ്. ഒരു 12 മെഗാ പിക്സൽ ഷൂട്ടറും ഒരു 2 മെഗാ പിക്സൽ ഷൂട്ടറും കൂടെ ചേർന്നിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ 2 ക്യാമറ വരുന്ന കാരണം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തിട്ട് ഫോട്ടോസ് എടുക്കാം. അതായത് ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ബ്ലർ ചെയ്യാം. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. അതാണ് ഈ ഡ്യുവൽ ക്യാമറേൻ്റെ ഒരു ഗുണം. പിന്നെ ഇതിനകത്ത് ഫ്രണ്ടിലാണെങ്കിൽ ഒരു 8 മെഗാ പിക്സൽ ഷൂട്ടറാണ് വരുന്നത് സെൽഫീസിനായിട്ട്. പിന്നെ നമുക്ക് ക്യാമറേൻ്റെ ഇൻ്റർഫേസ് ഒന്ന് നോക്കാം. ക്യാമറ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ഇൻ്റർഫേസാണ്. ഒരുപാട് ഫീച്ചേഴ്സ് എല്ലാം തരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം ഫോട്ടോ മോഡ്, പ്രോ മോഡ്, പ്രൊഫഷണൽ മോഡിൽ നമുക്ക് മാനുവലി ക്യാമറേൻ്റെ സെറ്റിങ്സ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ HDR, നൈറ്റ് ഷോട്ട് ഉണ്ട്, വീഡിയോയിലും പ്രോ മോഡ് ഉണ്ട്. പിന്നെ ലൈറ്റ് പെയിൻറ്റിങ്, ടൈം ലാപ്സ്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് തരുന്ന ഒരു ഫോണാണ് ഇത്. പിന്നെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു നമുക്ക് നോർമൽ എടുത്തു കഴിഞ്ഞാൽ ഇതുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഡീഫോക്കസ് ചെയ്യാനുള്ള ഒരു മോഡാണിത്. ഇത് അപ്പേർച്ചർ മോഡാണ്. ഇതിൽ നമുക്ക് അപ്പേർച്ചർ വാല്യൂ ചേഞ്ച് ചെയ്യാം. ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ് നിന്ന് ഡെപ്ത് ഓഫ് ഫീൽഡ് മാറ്റിയിട്ട് അതിൻ്റെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തെടുക്കാവുന്നതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇത് വളരെ നല്ലൊരു ക്യാമറ എന്ന് വിശേഷിപ്പിക്കാവുന്ന 15,000 താഴെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറാസ് എന്ന് വേണമെങ്കിൽ പറയാം ഓണർ 6X. ഞാൻ കുറേ സാമ്പിൾസ് വീഡിയോനകത്ത് ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾക്ക് കാണാം. ഇത് ഞാൻ പുറത്തും പല സ്ഥലത്തായിട്ട് എടുത്ത ഫോട്ടോസാണ്. എനിക്ക് ഫോട്ടോസിൽ കാണാം വളരെ നല്ല ക്വാളിറ്റിയാണ് ഓണർ 6X തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറയാണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ തീർച്ചയായും ഓണർ ഒരു നല്ല ഫോണാണ്. കാരണം 4GB റാമും വരുന്നുണ്ട്, 64GB സ്റ്റോറേജും വരുന്നത്, നല്ലൊരു ക്യാമറ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഓവറോൾ നിങ്ങൾക്ക് ക്യാമറയാണ് നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് എങ്കിൽ ഇതൊരു വളരെ
നല്ല ഫോണാണ്. പിന്നെ ഇതിൻ്റെ സെൽഫി എക്സ്പീരിയൻസും വളരെ നല്ലതാണ്. സെൽഫി 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ്, അതും നല്ല ഒരു സെൽഫി എക്സ്പീരിയൻസ് ആണ് തരുന്നത്. അപ്പോൾ ക്യാമറയാണ് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് ഫാക്ടർ എങ്കിൽ തീർച്ചയായും ഓണർ 6X നല്ലൊരു ഫോണാണ്. ഇനി ഇതിൻ്റെ ബാറ്ററിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിൽ 3340 mAh ബാറ്ററിയാണ് ഇൻക്ലൂഡഡ്. പിന്നെ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി ഷവമിൻ്റെ റെഡ്മി നോട്ട് 4ൻ്റെ അത്ര ഇല്ലെങ്കിൽ പോലും വളരെ നല്ല കപ്പാസിറ്റിയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒരു മിഡ് റേഞ്ച് ഫോണിന് വേണ്ട ഒരു നല്ല കപ്പാസിറ്റിയാണ് ഇതിൽ. പിന്നെ ഇതിൻ്റെ ഇൻ ഹൗസ് പ്രോസസ്സർ നേരത്തെ പറഞ്ഞ പോലെ കിരിൻ 650 ആണ് ഇതിൻ്റെ പ്രോസസ്സർ, ഇൻ ഹൗസ് പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാറ്ററി പെർഫോമൻസും വളരെ മികച്ചതാണ്. ഒരു 1.5 ദിവസമൊക്കെ സുഖമായിട്ട് ഇതിൽ ബാറ്ററി നിൽക്കും. നല്ല സ്ക്രീൻ ഓൺ ടൈം തരുന്നതാണ്. അപ്പോൾ ബാറ്ററി പെർഫോമൻസിനെ കുറിച്ച് നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. ബാറ്ററി നല്ല മികച്ച പെർഫോമൻസ് ആണ് ഇതിൽ കാഴ്ചവെക്കുന്നത്. അതുപോലെ തന്നെ 1.5 ദിവസം സുഖമായിട്ട് നിങ്ങൾക്ക് ഇതിൽ ബാറ്ററി നിൽക്കാവുന്നതാണ്. പക്ഷേ ഷവമി റെഡ്മി നോട്ട് 4നെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ കപ്പാസിറ്റി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് ഇതിലേറെ പെർഫോമൻസ് തരുന്നതാണ്. ബട്ട് ഇതിൻ്റെ കപ്പാസിറ്റി കുറവായതുകൊണ്ടും ഇതൊരു നല്ല ക്യാമറ ഫോൺ ആയതുകൊണ്ടും പിന്നെ 64 GB സ്റ്റോറേജും വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാറ്ററി പെർഫോമൻസ് ഒരു നല്ല പെർഫോമൻസ് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഓണർ 6Xൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂവിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 12,999 ആണ് ബേസ് വേരിയൻറ്റിന്. അതിൽ 3 GB റാമും 32 GB സ്റ്റോറേജുമാണ് നിൽക്കുന്നത്. പിന്നെ ഉള്ള വേരിയൻറ്റ് എന്ന് പറഞ്ഞാൽ 4 GB റാമും 64 GB സ്റ്റോറേജുമാണ്. അപ്പോൾ ഇത് ആമസോണിലാണ് വിൽക്കപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ താഴെ ഉണ്ട്, അതിൽ പോയി മേടിക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ സജഷൻ ചോദിക്കുകയാണെങ്കിൽ ഇതൊരു വളരെ നല്ല ഫോണാണ്. മികച്ച ഒരു ഫോൺ എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. 15,000 താഴെ അല്ലെങ്കിൽ 15,000 താഴെ ഒരു നല്ല ഫോൺ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല മികച്ച ഓഫറിംഗ് ആണ്. കാരണം ഇതിൽ നല്ല ക്യാമറ ഉണ്ട്, ഡിസ്പ്ലേയും കൊള്ളാം, നല്ല സോഫ്റ്റ്വെയർ ആണ്. സോ ഓവറോൾ ഒരു ഗുഡ് പാക്കേജ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഷവമി റെഡ്മി നോട്ട് 4നെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത് സ്ലൈറ്റ്ലി പ്രൈസ് കൂടുതലാണ്. കാരണം 64 GB വേരിയൻറ്റ് 12,999 ആണ്. അതായത് 12,999 രൂപയാണ് ഷവമി റെഡ്മി നോട്ട് 4ന്. പക്ഷേ ഇവിടെ 3 GB റാമും 32 GB സ്റ്റോറേജുമാണ് 12,999 രൂപയ്ക്ക് വരുന്നത്. അപ്പോൾ ചെറിയൊരു പ്രൈസ് ഡിഫറൻസ് ഒബ്വിയസ്ലി ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഷവമി റെഡ്മി നോട്ട് 4 കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഫ്ലാഷ് സെയിലാണെങ്കിലും വളരെ പാടാണ് കിട്ടാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഓണർ 6Xനെ കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. കാരണം വളരെ നല്ലൊരു മികച്ച ഓഫറിംഗ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫോൺ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയിലെ ലിങ്കിൽ വഴി നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഓണർ 6Xൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻസും സജഷൻസും ഈ വീഡിയോന് താഴെ പോസ്റ്റ് ചെയ്യണം. അത് വെച്ച് ഞങ്ങൾക്ക് ഈ ചാനലിൻ്റെ കൂടുതൽ വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് മോഡൽ റിവ്യൂ ചെയ്യണം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ഡിവൈസ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ വീഡിയോ റിവ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.